ബസ് പോയിട്ടില്ല. അയ്യോ, ഒരു കാര്യം മറന്നു. എന്താ രമേശേട്ടാ? ഞാൻ പോയിരുന്നുണ്ടാ. എന്താണെന്ന് പറയൂന്നേ. ഞാൻ ആ സ്വെറ്റർ മടക്കി കട്ടിൽ വെച്ചിരുന്നു, മറന്നു. സ്വെറ്ററോ? ഞാൻ എന്താ കാശ്മീരിലേക്ക് പോണേ? നിനക്കറിയില്ല, തിരുനെല്ലിയിൽ നല്ല തണുപ്പായിരിക്കും. മോളിറങ്ങി, ഞാൻ പറഞ്ഞെത്താം. മോൾ അവിടെ ഇരിക്കും, എനിക്ക് സ്വെറ്റർ ഒന്നും വേണ്ട. ലേക്ക് പറയുന്നത് കേൾക്ക്. ചുമ്മാ രമേശേട്ടാ. ദേ ബസ് വരുന്നു. അയ്യോ, ഇത്ര പെട്ടെന്നോ? ദേ നേരത്തിന് വീട്ടിലൊന്നും എല്ലാം കഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ തിരുനെല്ലിന്ന് വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ? ഒന്നും കൊണ്ടുവരണ്ട, നീ വേഗം ഇനി വന്നാ മതി. ആളുടെ കേറ്. കമ്പി പിടിച്ചോ. ലേറ്റായി പോയി. ടീച്ചറുടെ കൂടെ ചെല്ലണേ. ജാക്ക് ആൻഡ് ജിൽ went up the hill to fetch a pail of water. Jack fell down and broke his crown. ടീച്ചർ, ആ ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലേ? കുട്ടികളെ കൃത്യനിഷ്ഠ പഠിപ്പിക്കേണ്ട രക്ഷിതാക്കൾ തന്നെ ഇങ്ങനെ വൈകിയാൽ എന്ത് ചെയ്യും? ടീച്ചർ, ഒരു സീരിയസ് പ്രശ്നമുണ്ട്. എന്താ? ഇപ്പൊ ഒരു പുതിയ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കണ്ടു. അതെ, ഇന്ന് വന്നതാ. ഒരു ടെസ്റ്റായിട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞതാ. എഫിഷ്യന്റ് ആണെന്ന് തോന്നി അപ്പോയിന്റ് ചെയ്യും. അത് വേണ്ട ടീച്ചറെ. ഞാനിത് പറയുന്നത് ശരിയല്ല, പറയാതിരിക്കുന്നത് ദ്രോഹമാണ് താനും. നമ്മുടെ കുട്ടികളെ നല്ലത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ടീച്ചർ. എന്ത് പറ്റി രമേശൻ നായരെ? അത് ആ കുട്ടിയുടെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയാം. ഒരിക്കൽ ആ കുട്ടിയെ ഹോട്ടലിൽ വെച്ച് പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ ഇവിടെ വേണോ ടീച്ചറെ? നേരാണോ ഇത്? നേര്. നമുക്ക് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാമെങ്കിൽ 100% നേര്. എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇട്ടുകൊടുത്തൊരു കടയായത്. ഇവനൊന്നും നേരെ ആവില്ലെന്നേ. കഷ്ടായി പോയി. ഇവന് വേണ്ടിയൊന്നും ബുദ്ധിമുട്ടിയിട്ട് ഒരു കാര്യമില്ല. രമേശേട്ട ഒപ്പിച്ചു കൊടുത്ത ബാങ്ക് ലോണായി കിടക്കുന്നത്. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ തന്നെ. ഇന്നലെ രാത്രി വന്ന ദാസൻ കടയും തല്ലി പൊളിച്ചിട്ട് നാട് വിട്ടെന്നാ കഴിവി. ആര് പറഞ്ഞു? ആരോ അന്തരീക്ഷത്തിൽ നിന്നും ആന്റിനെ വെച്ച് പിടിച്ചെടുത്തതാ. കഷ്ടായിപ്പോയി. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ആ ബാധ ഒഴിഞ്ഞു പോയല്ലോ. അങ്ങനെയൊന്നും പറയരുത് ബാല. ദാസൻ നല്ലവനായിരുന്നു. ഇവിടെ എന്താ വേണ്ടേ? ഒരു കച്ചവടക്കാരൻ എപ്പോഴും ലാഭത്തെ പറ്റി ചിന്തിക്കും. എന്റെ ബിസിനസ്സിൽ എന്ത് കിട്ടിയാവോ? ഹെഡ് മിസ്സസ് പറഞ്ഞു താങ്കൾ ഈ നാട്ടിലെ വലിയൊരു മഹാനാണെന്ന്. എനിക്കും അത് ബോധ്യമായതാണല്ലോ. 2 മഹത്തായ കാര്യങ്ങളല്ലേ താങ്കൾ എനിക്ക് ചെയ്തു തന്നത്. സാധനങ്ങൾ വാങ്ങാൻ വന്നാണെങ്കിൽ വാങ്ങാൻ പോകാം. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? എന്റെ കാര്യങ്ങൾ നിങ്ങളല്ലേ ഇപ്പൊ തീരുമാനിക്കുന്നത്. ഇവിടെ കച്ചവടത്തിന്റെ തിരക്കാ. എനിക്ക് തിരക്കില്ല, കാത്തു നിൽക്കാം. എന്ത് കാര്യത്തിന്? ദേ ഞാൻ അവിടെ ഉണ്ട്, കട പൂട്ടുന്നവരെ നിൽക്കാം. എനിക്ക് കുട്ടിയോടൊന്നും പറയാനില്ല. വെറുതെ എന്നെ എന്തിനു കാത്തു നിൽക്കണം? ഈ ജന്മത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. സമൂഹത്തിലെ തിന്മകളെ ഞാൻ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. അവിടെ ഞാൻ ആരുടെ മുഖം നോക്കാറില്ല. നോക്കാൻ നിങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടായിട്ട് വേണ്ടേ? കുരുടനാണ് നിങ്ങൾ. തിമിരം ബാധിച്ച 2 കണ്ണുകളാണ് ദൈവം നിങ്ങൾക്ക് തന്നത്. എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വലിയൊരു വിജയിയെ പോലെ നിങ്ങൾ പോയി. ദിവസം മുഴുവൻ കോടതി മുറ്റത്തെ വെയിലിൽ കണ്ണീരോടെ ഞാൻ നിന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായപ്പോ കോടതി എന്നെ വെറുതെ വിട്ടു. പക്ഷെ നിങ്ങൾ വിട്ടില്ല. ഞാൻ വൃത്തികെട്ടൊരു പെണ്ണാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിയുന്നത് അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വെച്ച് അത് വിളിച്ചു കൂവിയപ്പോഴാണ്. കോടതിക്ക് ചിലപ്പോഴൊക്കെ തെറ്റുപറ്റാറുണ്ട്. ഹേ മനുഷ്യ, ഒരു ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ എന്നെ ഹോട്ടലിൽ വിളിച്ചോണ്ട് പോയതാ. ചേച്ചി, നമുക്ക് പോവാം. നേരെ ഒത്തിരി വൈകി. നീ ഒന്ന് അടങ്ങിയിരിക്കെ. അങ്ങേരിപ്പം വരും. ജോസഫേട്ടൻ പല തിരക്കുള്ള ആളാ. എങ്കിൽ നമുക്ക് നാളെ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണാം. വീട്ടിൽ ആരും ചെല്ലുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഞാൻ ഏറെ നിർബന്ധിച്ചിട്ടാ നിനക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചത്. കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. എന്നാലും ചേച്ചി, ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു ലോഡ്ജിൽ ഇത്രയും വൈകിട്ട് വീട്ടിൽ എങ്ങനെ കയറി ചെല്ലും? നമുക്ക് പോവാൻ ചേച്ചി. വന്നു തോന്നേ. വരൂ വരൂ. ഞാൻ ഇത്തിരി വൈകി. ഇതാണോ കുട്ടി? അതെ, അവള് പേടിച്ചിരിക്കുക. രാത്രിയായെന്നും പറഞ്ഞ്. പാവം കൊച്ചാ. ജോസഫേട്ട എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണം. നമുക്ക് ശരിയാക്കാം. അന്നാമ്മ പറയുമ്പോ എങ്ങനെയാ തട്ടിക്കളയുന്നത്? കുട്ടി അതുവരെ പഠിച്ചു? BA കഴിഞ്ഞു.
ഈ കാലത്ത് അതൊന്നും വലിയ പഠിപ്പല്ല. പോലീസുകാർക്കും വക്കീലിനും ജഡ്ജിക്കും ഒക്കെ അറിയാം സത്യം. പക്ഷേ ദയവ് ഇത് ഒരു ജോലി ചെയ്ത് ജീവിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം. യെസ്, അന്നത്തെ കോടതി വിധിയുടെ കോപ്പി ഫയൽ ചെയ്തിട്ടുണ്ട്. ജോലി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒരു സ്ത്രീ ആ കുട്ടിയെ ഹോട്ടൽ മുറിയിൽ കൊണ്ട് ഇരുത്തിയതാണ്. അപ്പൊ ശരിക്കും അവൾ നിരപരാധിയാണല്ലേ? അതെ, ചതിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ എസ്കേപ്ഡ്. കോടതിക്ക് അത് ബോധ്യമായതുകൊണ്ടാണ് ആ കുട്ടിയെ വെറുതെ വിട്ടത്. ഇനിയും പഠിപ്പിക്കാം. പഠിച്ച് പഠിച്ച് നാളെ കലക്ടറായിട്ട് ഇവള് നമ്മളെ പോറ്റുവാനായിരുന്നല്ലോ വിചാരം. ഉള്ളതല്ലേ അവക്ക് വേണ്ടി ചെലവാക്കി. ഒടുവിൽ സമ്പാദിച്ചു തന്നതോ ചീത്തപ്പേരും. നീ കുറച്ച് സ്വയം തരണുണ്ടോ? എനിക്ക് കുറച്ച് തണ്ണുണ്ട് മനുഷ്യ. വേറൊരു പെൺകുട്ടി ഇവിടെ വളർന്നു വരുന്നുണ്ടല്ലോ. നാളെ അതിന്റെ ഗതി എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അമ്മേ, ഇനി ആ വിളി എനിക്ക് കേൾക്കണ്ടടി. ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടല്ല അമ്മ എന്നെ ഇങ്ങനെ ശപിക്കുന്നത്. ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കാൻ നിനക്ക് എവിടെയെങ്കിലും പോയി തൊലഞ്ഞൂടെ? അമ്മേ, ഓടി എന്റെ മുമ്പിൽ നിന്ന്. ഓടി. എന്താ? എല്ലാരും എന്നോട് പൊറുക്കണം. ഈ കുട്ടിയെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാ. ഓഹോ, ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്? നാട്ടുകാരെ മുന്നിൽ വെച്ച് വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ചിട്ട് തെറ്റിദ്ധരിച്ചതാത്രേ. ദ്രോഹി. എടോ, എല്ലാ വീട്ടിലും കയറി ചെന്ന് താൻ പറയോ ഇവൾ നിരപരാധിയാണെന്ന്? നീ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഒരിക്കൽ ചീത്തയായ പേര് പിന്നെ ഒരിക്കലും നന്നാക്കി എടുക്കാൻ പറ്റില്ല. പ്രതിവിധികളുണ്ടല്ലോ. എന്ത് പ്രതിവിധി? കല്യാണം ഞാൻ നടത്തും, ചെലവുകളും ഞാൻ വഹിക്കും. ബുദ്ധിമുട്ടണമെന്നില്ല. വല്ലവന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നല്ലാതെ അയാൾ ഒരു തെമ്മാടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആരാടി തല കെട്ടി വെച്ചത്? ആരാണെന്ന് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് പുറത്താക്കാൻ ഞാൻ. ആ, ഇനിയും നിങ്ങൾ ആ കുട്ടിയെ ദ്രോഹിക്കരുത്. ദ്രോഹിച്ചാൽ ഇയാൾ എന്തോ ചെയ്യും? തെറ്റെന്റേതാണ്. ചെയ്യാത്ത തെറ്റിന് ആ കുട്ടിയെ ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ താൻ കൊണ്ടുപോയി രക്ഷിക്കണോ? രക്ഷിക്കും. എനിക്കുണ്ട് വീടും കുടുംബമൊക്കെ. ഇനി ഒരാളെ കൂടെ സംരക്ഷിക്കാനുള്ള ചുറ്റുപാടും ഉണ്ട്. പേടിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. കുട്ടി വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. മനസാക്ഷിയില്ലാത്ത ആളുകൾ. ആ, രമേശൻ നായരോ ആ കുട്ടിയെ പറഞ്ഞു വിട്ടു കേട്ടോ. അറിഞ്ഞു. അത് എനിക്കൊരു അബദ്ധം പറ്റിയതാ ടീച്ചറെ. ആ കുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ ചീത്തയല്ല. വളരെ വളരെ നല്ല കുട്ടിയാ. പോലീസ് അവളെ തെറ്റിദ്ധരിച്ചു പോയതാ. ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനി അവളെ അപ്പോയിന്റ് ചെയ്യാം. അയ്യോ, മാനേജർ വേറെ ആളെ എടുത്തു പോയല്ലോ. അത് മാനേജരോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും. ഇനിയൊരു നിവൃത്തിയില്ല. രമേശൻ നായരെ, ശരിക്കുള്ള സത്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ ആരെ പറ്റിയും ഒരഭിപ്രായം പറയാൻ പാടില്ല. ശരിയാണ്, ശരിയാണ്. അമ്മേ, അമ്മേ. മോൾ എവിടെ ചേച്ചി? ഉറങ്ങി. ഇത്ര നേരത്തെയോ? എത്രയും നേരത്തെ ഉറക്കുന്നതാ നല്ലതെന്ന് തോന്നി. അവൾക്ക് കൊടുത്തേക്ക്. 5 സ്റ്റാറാ. അവിടെ എങ്ങാനും വെച്ചേക്ക്. എന്താ അമ്മേ? എല്ലാവർക്കും എന്ത് പറ്റി? ഇവിടെ വാടാ. ഇവിടെ ഈ കുട്ടി അറിയോ നീ? എങ്ങനെ ഇവിടെ എത്തി? ഈശ്വര, അപ്പൊ എല്ലാം നേരെ തന്നെ. പറ, ഇവിടെ എങ്ങനെ എത്തിയെന്ന്. എന്നെ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. എങ്ങനെയുള്ള അർത്ഥത്തിലായാൽ നീ പറഞ്ഞോ? പറഞ്ഞു എന്ന് വെച്ചാല്. നീ വന്നേ. അല്ലമ്മ, ഞാനും ചോദിക്കട്ടെ. ഒന്നും ചോദിക്കണ്ട, നീ വന്നേ. നീയും ആ പെണ്ണുമായിട്ട് എന്താ ബന്ധം? അമ്മക്ക് ഇനി അത് മനസ്സിലായില്ലേ? നിന്നെ ഇവിടെ ആരും വിളിച്ചില്ല. അമ്മ വിളിച്ചിട്ടാണോ ആ പെണ്ണിങ്ങോട്ട് കയറി വന്നത്? നിന്നോട് അപ്പുറത്തേക്ക് പോവാനാ പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കാരക്കൂട്ടിൽ ദാസിന് പെണ്ണ് കാണാൻ. എനിക്കതൊന്നും കേക്കണ്ട. ആ കുട്ടിയെ സംരക്ഷിച്ചോളാന്ന് നീ വാക്ക് കൊടുത്തോ ഇല്ലയോ? അമ്മ ഉദ്ദേശിക്കുന്ന ഒരർത്ഥവും അതിനില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളാണോ അമ്മേ? ഇതുവരെ ആയിരുന്നില്ല. ഇനിയും ആവില്ലമ്മേ. ദേ,
ഇത് മുരിങ്ങച്ചോട്ടിൽ അച്ഛനായ മോൻ രമേശനാ. ആ രമേശൻ ഭാര്യയില്ലാത്ത നേരം നോക്കി ഏതോ ഒരു പെണ്ണിനോട് വീട്ടിൽ കയറി വരാൻ പറഞ്ഞത് എന്തിനാ? എടാ, നിന്റെ ചേട്ടത്തി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയെന്ന് അറിയാം. ആ സ്ത്രീക്ക് വട്ടാണ്. വട്ടില്ലാത്ത നിന്റെ ഭാര്യയെ വിശ്വസിക്കോടാ. രമേശ, പെണ്ണിന്റെ മനസ്സ് നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. നാളെ നേരം വെളുക്കുമ്പം അവളെ വീട്ടിൽ കൊണ്ടുവിടണം. അത്രയല്ലേ ഉള്ളൂ? ആ ശരി, ഞാൻ കൊണ്ടുവിട്ടേക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവരോട് 2 വാക്ക് സംസാരിക്കണം. അനങ്ങിപ്പോരുത്. ആ മുറിയുടെ ഭാഗത്തേക്ക് വന്നേക്കരുത്, പറഞ്ഞേക്കാം. ആ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? കൊണ്ടുപോകുന്നില്ല, പോകുന്നേ ഉള്ളൂ. ബസ് വരും, ഇവിടെ നിൽക്കും, കുട്ടി അതിൽ കയറും, പോവും. ഇത് ബസ് സ്റ്റോപ്പാണ്, കൂടുതൽ സംസാരിക്കണ്ട. പിന്നെ എവിടുന്ന് സംസാരിക്കും? എവിടെ നിന്ന് സംസാരിക്കണ്ട. അമ്മ പറഞ്ഞതുപോലെ ആളുകൾക്ക് തെറ്റിദ്ധരിക്കാൻ നമ്മളായിട്ട് ഇടം കൊടുക്കരുത്. ഒരു സൽപ്പേരുണ്ടാക്കിയെടുക്കാൻ വർഷങ്ങളെടുക്കും. ചീത്തപ്പേരുണ്ടാക്കാൻ ഒരു നിമിഷം മതി കുട്ടി. മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കുള്ള മതിപ്പ് അന്വേഷിച്ചാൽ അറിയാം. ആള് വരുന്നു, സംസാരം വേണ്ട, പരിചയവും ഭാവിക്കണ്ട. എന്തായാലും സംഭവം ശരി തന്നെയാ. ആ എവിടേക്കാ രമേശേട്ടാ? ഞാനൊന്ന് തനിച്ച് ടൗൺ വരെ പോവാ. അതെന്താ തനിച്ചിട്ട് അവിടെ ഇപ്പൊ പേടിയാണോ? അല്ല, പറഞ്ഞേ ഉള്ളൂ. ഞങ്ങൾ വരട്ടെ. ഓ, എല്ലാ പ്രതീക്ഷയും നശിച്ചപ്പോ ഒരു പുൽത്തുരുമ്പ് കിട്ടിയെന്ന് വിചാരിച്ചു. എന്നെങ്ങനെ ബസ് കയറ്റി വിടാനായിരുന്നെങ്കിൽ വീട്ടിൽ വെച്ച് എന്തിനാ പറഞ്ഞത് സംരക്ഷിച്ചോളാമെന്ന്? അങ്ങനെ പറഞ്ഞോന്ന് വെച്ച് നേരെ വീട്ടിൽ കയറി വരിക വേണ്ടത്. എന്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ലായിരുന്നു. ഏതായാലും ഇതൊരു ശരിയായ വഴിയായില്ല. കുട്ടി വീട്ടിൽ ചെന്ന് പേപ്പർ പരസ്യം നോക്കി എല്ലാ സ്ഥലത്തേക്കും അപേക്ഷ അയക്കും. എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഞാനും ശ്രമിക്കാം. വേണ്ട, ഇത്രയൊക്കെ ചെയ്തു തന്നല്ലോ, അത് തന്നെ ധാരാളം. പിന്നെ വീട്. ഇനി എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വീടില്ല. എന്നേക്കുമായാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതെന്താ അങ്ങനെ? ഒന്നാമത് ആ വീടുമായി എനിക്കൊരു ബന്ധമില്ല. അതെന്റെ വീടല്ല. എന്നുവെച്ചാ? ആ വീട്ടിലുള്ളവരും എന്റെ ആരുമല്ല. ആകെ ഉണ്ടായിരുന്ന മുത്തശ്ശി മരിച്ചപ്പോ കുഞ്ഞായിരുന്ന എന്നെ ഏറ്റെടുക്കാൻ ആളില്ലാതായി. അങ്ങനെ അവരെനിക്ക് അഭയം തന്നു. ബന്ധത്തിന്റെ പേരിലല്ല, മനുഷ്യത്വത്തിന്റെ പേരിൽ. മകളെപ്പോലെ എന്നെ വളർത്തി. പക്ഷെ ഞാൻ കാരണം അവരുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു. ഇനി അവിടേക്ക് കയറി ചെല്ലാൻ എനിക്കാവില്ല. നിങ്ങൾ വിഷമിക്കണ്ട. ഈ ലോകത്തുള്ള ആർക്കും ഇനി ഞാനൊരു ബാധ്യതയാവില്ല. തീരുമാനിച്ചു. എന്റെ വഴി എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്റെ നാശത്തിന് നിങ്ങളാണ് കാരണക്കാരനെന്ന് ഞാൻ ആരോടും പറയില്ല. കത്തും എഴുതി വെക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിൽ അജ്ഞാതയായ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു എന്നറിഞ്ഞാൽ അത് ഞാനായിരിക്കുമെന്ന് കരുതിയാൽ മതി. ജീവിക്കാനൊരു വഴിയാണ്ടേ? ഈ കലാരംഗത്ത് തന്നെ നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് ചേട്ടാ. എന്തോ എന്റെ ഈ മുഖം കണ്ടിട്ട് എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല. ഇയാളെന്താ കോടിമ തൂങ്ങിപ്പോണ? രമേശ് ചേട്ടാ, എങ്ങോട്ടാ? അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോവാ, തിരിച്ചു വന്നിട്ട് കാണാം. ആ കുട്ടി ആത്മഹത്യ ചെയ്യല്ല വേണ്ടത്, തന്നെ തട്ടിക്കളയണം, എന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോകണം. അസനിക്ക, അത്ര വലിയ ദ്രോഹമല്ലേ താൻ ആ കുട്ടിയോട് കാണിച്ചത്? അറിഞ്ഞുകൊണ്ടല്ലോ അസനിക്ക. മാത്രമല്ല, ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറുമാണ്. എന്ത് പ്രായച്ചിത്തം? എന്തും. എങ്കിൽ താനവളെയും കെട്ടിക്കോ. അസനിക്ക, തമാശ പറയാൻ ചില നേരവും കാലമൊക്കെ ഉണ്ട് കേട്ടോ. ജോലിയും കളഞ്ഞ് കല്യാണം മുടക്കി ചീത്തപ്പേരും കപ്പിച്ചിട്ട് പിന്നെ ആ കുട്ടി എന്ത് ചെയ്യും? ഒരു ജോലി ശരിയാവുന്നവരെ അവളെ എവിടെയെങ്കിലും താമസിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. അസനിക്കയുടെ വീട്ടിലാവുമ്പോ. അതെന്താ തന്റെ വീട്ടിൽ താമസിപ്പിച്ചാൽ? എന്റെ വീട്ടിലാവുമ്പോ അമ്മ, ചേട്ടത്തി, പിന്നെ എന്റെ ഭാര്യ, അവരൊക്കെ തെറ്റിദ്ധരിക്കും. എനിക്കും ഉണ്ട് ഭാര്യ, ഉമ്മയും ചേട്ടത്തിയും ഒക്കെ. അവർക്കും അറിയാൻ തെറ്റിദ്ധരിക്കാൻ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? 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 എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അസനിക്ക അല്ലാതെ ആരുമില്ല എന്നെ ഈ ദുർഘടത്തിൽ നിന്ന് രക്ഷിക്കാൻ. അങ്ങനെയാണെങ്കിൽ
ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഹ, ആ വഴി ശരിയാവത്തില്ല. ഏത് വഴിയായിരുന്നു? ആ വഴി ശരിയാവത്തില്ലെന്നേ. ആ വഴിയൊന്ന് പറ. ശരിയാവാത്ത വഴി എന്തിനാ തന്നോട് പറയുന്നേ? ഒരു ജോലി കിട്ടുന്നത് വരെ ആ കുട്ടി എവിടെങ്കിലും ഒന്ന് താമസിപ്പിക്കണം. അത്രല്ലേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അതത്ര എളുപ്പമല്ല. ഒന്നാമത് ഇതൊരാൺകുട്ടിയല്ല. അതാണല്ലോ പ്രശ്നം. ആ രണ്ടാമത് ആ കുട്ടിക്ക് തൊട്ടാ പൊട്ടുന്ന പ്രായമാണ്. അതിന് തൊടുന്നത് എന്തിനാ? ആരാടോ തൊടുന്നത്? എന്നാലും ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ആലോചിക്കണം. തന്നെ പോലെ എടുത്തിയാറുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. തന്നെ എനിക്ക് അങ്ങനെ കൈയൊഴിയാനും വയ്യ. പിന്നെ അല്പം കുഴഞ്ഞു മറിഞ്ഞ ഒരു വഴിയുണ്ട്. അത് സാരമില്ല. തനിക്ക് സാരമില്ല, പക്ഷെ എനിക്ക് സാരമുണ്ട്. എന്നാലും ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഏതോനെ ഈ പണിത്തിരക്കിന്റെ ഇടയിൽ ഞമ്മളെ കാണാൻ ഒന്ന് വെക്കം നടക്കണ്ട കല്യാണിയേ. ആ നിക്ക് 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 നിക്ക്. സിമന്റ് നിറച്ചെടുത്താ എന്റെ കൗത്തുള്ളിക്ക് പോവാ. കൂലിക്ക് കണക്ക് പറഞ്ഞാൽ മാത്രം പോരെ മോളെ. എന്റെ പെരയിലേ പണം കായ്ക്കണ മരമൊന്നുമില്ല. ഒരെണ്ണത്തിന് പണിയെടുക്കണമെന്നില്ല. കൂലി കൂലി കൂലി. വെക്കം ചെല്ല്. എടാ ചാത്തു, ആ പുതുതായിട്ട് വന്ന ചെക്കനുണ്ടല്ലോ, ഓന് പെണ്ണുങ്ങളോട് ചൊല്ലാനേ നേരമുള്ളൂ. നാളെ ഓന്റെ പൊടി ഇവിടെ കാണാൻ പാടില്ല. സുൽത്താനായിരുന്നാ ജു മയ്യത്തായി എന്നാണല്ലോ ഞമ്മള് കരുതിയത്. ജിളിക്കണ്ടാസാ. നിലമ്പൂരിന്ന് മരം ലേലം വിളിച്ചെടുക്കാന്ന് പറഞ്ഞു, പറ്റിച്ച്. കൊണ്ടോട്ടിന്ന് നല്ല ആശാരിമാരെ കൊണ്ട് തരാന്ന് പറഞ്ഞു, അതും പറ്റിച്ച്. ഇപ്പൊ എന്തിനാടാ ജി വന്നത്? അതെ സഫിയത്ത, എനിക്ക് പെട്ടെന്ന് മംഗലാപുരം വരെ ഈ നോണ എന്റെ കെട്ടിയോളോട് പറഞ്ഞു, ഓള് വിശ്വസിക്കും. അല്ല വേണ്ട വേണ്ട വേണ്ട, അന്റെ ഒരു സഹായം ഇനി ഞമ്മക്ക് വേണ്ട. മരവും കിട്ടി, ആശാരിമാരെ ഏർപ്പാടാക്കി. അയ്യോ, ഞാൻ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിരുന്നതാണല്ലോ. അസോജ്യന്റെ കയ്യിൽ അന്റെ ബാപ്പ, അതായത് ഇന്ത്യക്കക്ക അന്റെ അടുത്ത് ഒരിക്കൽ കോയമ്പ് വാങ്ങിക്കാൻ പണം തന്നയച്ചു. ആ പണം കൊണ്ടുപോയി ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങി തിന്നു. ചോദിച്ചപ്പോ പറഞ്ഞതാ ഒരു കുസ്തഡോയ്ക്ക് ധർമ്മം കൊടുത്തു. പാവക്കാക്ക അത് വിശ്വസിച്ചു. ഞമ്മൾ എന്നെ വിശ്വസിക്കില്ല മോനെ. അതൊക്കെ പഴയ കഥയല്ലേ സഫിയത്ത? ഇപ്പോഴും എനക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അതുപോട്ടെ, ഇപ്പൊ എന്തിനാണ് വന്നത്? ഞമ്മളെ കൊണ്ട് എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇത് വരൂല. അയ്യോ, ഞാൻ പെരവണിയൊക്കെ എവിടം വരെ ആയി. വിശ്വസിക്കൂല, അന്നെ ഞമ്മള് വിശ്വസിക്കൂല. എന്നാ ഒരു സഹായം ചോദിക്കാൻ തന്നെ വന്നു. എന്ത് സഹായം? കൈ ഒഴിയരുത് സഫിയത്ത, എന്റെ മാനം പോവും. ഇജ്ജ് കാര്യം പറയടോ. അതായത് ഇതെന്താണ് പുയ്യാപ്പിളയും പുയ്യണ്ണോ അവിടെ ഇവിടെ ആയിട്ട് നിക്കണത്? സാരില്ല മോളെ, ഇജ്ജ് ബേജാറാവണ്ടെന്ന് നേരെയാവും. എന്താടോ ഇത്? അനക്ക് നല്ല തണ്ട് നടി ഉണ്ടല്ലോ. സ്നേഹിച്ച പെണ്ണിനെ വീട്ടിൽ കയറ്റാത്തോടെ മോന്തക്കിട്ട് രണ്ട് കൊടുത്തോടെ എനക്ക്. അല്ല പിന്നെ കേറി വരി, അകത്തൂത്തിരിക്കാം. നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വീട്ടിൽ കയറ്റാൻ നിവൃത്തിയില്ലാത്തോണ്ട് അങ്ങോട്ട് പോയില്ല. അങ്ങനെ പറയാൻ വരി, കേറി വരീന്ന്. ആ നിക്ക് നിക്ക് നിക്ക്. നിക്കാതെ കഴിഞ്ഞ് പുയ്യാപ്പിളയും പുയ്യണ്ണും ആദ്യമായിട്ടൊരു വീട്ടിൽ കയറി വരികയല്ലേ. അത് ഹിന്ദുക്കട മുറ പോലെ തന്നെ ആയിക്കോട്ടെ. വലതുകാല് വെച്ച് കയറി. വലതുകാല് വലതുകാല് വലതുകാല്. ഇങ്ങോട്ട് ഇരിക്കും. പാലുണ്ടാവോന്ന് അറിയില്ല സാ. സുലൈമാനി മതിയാ? മതി മതി മതി. കുത്തിരിക്കേ. എന്തിനാ ഭാര്യയാണ് ഭർത്താവെന്നൊക്കെ പറയാൻ പോയത്? ഒരു വിശ്വാസം വരണ്ടേ? ഇന്ന് എന്റെ പെങ്ങളാണെന്ന് പറയുന്നില്ലേ? പെങ്ങളാന്ന് പറഞ്ഞാൽ സഫിയാത്ത എന്നെ സംശയിക്കും. ഞാനും ഈ കുട്ടിയും തമ്മിൽ മനസ്സിലായില്ലേ? വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് തൽക്കാലം വീട്ടിൽ കയറാൻ നിർത്തിയില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഏയ്, ഇത് തീരെ ശരിയായില്ല. അപ്പൊ സഫിയാത്ത എന്നെ സംശയിച്ചോട്ടെന്നോ? ഈ കുട്ടിയുടെ ഭർത്താവാണോ ഞാൻ? എന്റെ പൊന്നു നായരെ, നിങ്ങൾ ഈ കുട്ടിയുടെ ഭർത്താവല്ല. പക്ഷെ ഇപ്പൊ സുലൈമാനി എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയ സാധനം ഉണ്ടല്ലോ സഫിയാത്ത, അതൊരു വിളഞ്ഞ വിത്ത. എന്നെ പറ്റി വല്ല സംശയം തോന്നിയാ എന്റെ കുടുംബം കുട്ടിച്ചോറാക്കും. സ്നേഹിക്കുന്നവർക്ക് മാലാഹയും ശത്രുക്കൾക്ക് പിശാചുമാണ് സഫിയാത്ത. പാലുണ്ടായിരുന്നടാ സാ. അതേതായാലും നന്നായി. എനിക്കടാ മോളെന്താ ഇങ്ങനെ? കെട്ടിയന്റെ അടുത്തല്ലേ ഇരിക്കേണ്ടത്? അങ്ങോട്ട് ഇരിക്കേ. ശരി, ഇങ്ങോട്ടിരിക്കേ. സ്നേഹത്തിനൊന്നും നമ്മളെതിരല്ല. പക്ഷേ ഉമ്മാനെയും ബാപ്പാനെയും സങ്കടപ്പെടുത്താൻ പാടില്ല. എന്താണോ എന്റെ പേര്? പേര് കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി. ഭാര്യന്റെ പേര് ജാനു. ജാനു എന്നും ജാനകി എന്നൊക്കെ മാറി മാറി വിളിക്കും. ഇല്ലേ കൃഷ്ണൻകുട്ടി?
രണ്ടാളും നല്ല ചേർച്ച. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എങ്ങനെ എങ്ങനെ ആ, അല്ല സഫിയാത്ത, പിന്നെ ഈ കൃഷ്ണൻകുട്ടിക്ക് കൊച്ചിയിലാണ് പണി, ലീവില്ല. ഇന്ന് രാത്രി അവിടെ ചെന്നില്ലെങ്കിൽ പണി പോവും. ന്റെ റബ്ബേ, ഞമ്മൾ എന്താണ് ഈ കേക്കണത്? നിക്കാഹ് കഴിച്ചിട്ട് പെണ്ണിനെ ഒറ്റക്കിട്ടിട്ട് ഇന്ന് തന്നെ പോകാനാ? അത് പറ്റൂല. അല്ല. ഇല്ല കൃഷ്ണൻകുട്ടി, അത് ശരിയാവൂല. എനിക്ക് ഉടനെ പോയേ പറ്റൂ. ആ, അവിടെ ചെന്ന് ലീവ് എടുത്തിട്ട് കൃഷ്ണൻകുട്ടി നാളെ തന്നെ ഇങ്ങ് വരും സഫിയാത്ത. നാളെ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല. കൊച്ചിയിൽ എന്ത് പണിയാണ്? കൊച്ചിയില് ഈ ചരക്കുകൾ വാങ്ങിക്കുക, കൊടുക്കുക, അങ്ങനെ പല പല ബിസിനസ്സുകളാണ്. നിവൃത്തിയില്ലാത്തോണ്ടല്ലേ സഫിയാത്ത. കൃഷ്ണൻകുട്ടി പോയിട്ട് തിരിച്ചു വരും. എന്താ മോളെ ഇജ്ജൊന്നും മിണ്ടാത്ത്? ഇന്ന് പോണ്ടാന്ന് പറയ്. പോയി നോക്കൂ. അവിടെ നിക്കടോ. അന്റെ പെണ്ണിനോട് സ്നേഹത്തിൽ രണ്ട് വർത്താനം പറയാണ്ട് പോക. പറഞ്ഞോളൂ, 2 വർത്താനം പറഞ്ഞോളൂ. ആ, അങ്ങോട്ട് തിരിഞ്ഞിക്കട നമുക്ക്. ഞാൻ പോയിട്ട് വരട്ടെ. രമേശേട്ടാ, രമേശേട്ടാ, രമേശേട്ടാ. അസനക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അസനിക്ക് എന്ത് പറഞ്ഞു? ലേക്ക് എന്താ ഇവിടെ? ഞാൻ പിന്നെ ഇവിടെ പോവാൻ. അല്ല, നീ പോന്നു? കൊറേ നേരായി. ഞാൻ വരുമ്പോ രമേശേട്ടൻ ബോധം കെട്ട് ഉറങ്ങായിരുന്നു. ഇതങ്ങ് കുടിച്ചോ, വെളിവ് വരട്ടെ. നീ ഇല്ലാത്ത 3 ദിവസം എല്ലാം കൊണ്ട് മനസ്സിന് സന്തോഷം പോയി. ഒക്കെ അമ്മ പറഞ്ഞു. ആ, പറഞ്ഞല്ലേ. ഊവ്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടാണെന്ന് കരുതി ഒരു പെൺകുട്ടി രാത്രി ഇവിടെ കയറി വന്നതും. പഞ്ചായത്ത് പ്രസിഡന്റ്? അതേന്നെ, ആ കുട്ടിക്ക് വീട് മാറിപ്പോയതല്ലേ. ആ ആ, 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 അമ്മ പറഞ്ഞല്ലേ. രത്നചേച്ചി ഞാൻ വരാൻ കാത്തിരിക്കുകയാണത്രേ. രമേശേട്ടൻ ആ കുട്ടിയെ സംരക്ഷിക്കാമെന്ന് വാക്കു കൊടുത്തെന്നും നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നും എന്നോട് പരദൂഷണം പറയാൻ. എന്തുണ്ടവൻ? ഒന്നും ഉണ്ടായിട്ടല്ലോ. ചേച്ചിക്ക് പറഞ്ഞ് രസിക്കാൻ. ആള് സിനിമയ്ക്ക് പോയിരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു തിരുനെല്ലി? ഒക്കെ വിശദമായിട്ട് പറയാം. ഇത് കുടിച്ചിട്ട് രമേശേട്ടൻ വന്നൊന്ന് കുളിക്ക്. ആ വേപ്പൻ തൈ കളയണ്ട. താത്തി വെട്ട്. അമ്മേ, ഒന്നും കൂടെ വന്നേ. എന്താ അമ്മ ഇത്? വളച്ചു കെട്ടി പറഞ്ഞ അമ്മ ഇതൊരു മഹാസംഭവമായി കളഞ്ഞല്ലോ. ഏത്? ആ പെണ്ണ് വന്നത്. ഉണ്ടായ സത്യം ഞാനങ്ങ് പറയാന്ന് വെച്ചതാ. അപ്പോഴാ ഒരു കാര്യമില്ലാതെ അമ്മ ഇല്ലാത്തൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞ അമ്മ നുണ പറഞ്ഞു എന്നാവൂലേ? തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കട്ടെ. നിന്റെ ചേട്ടന്റെ ഭാര്യ നിനക്കറിയാലോ. അവൾ 1-ന് 10 ലേഖയുടെ ചെവിയിലെത്തിക്കും. അതുകൊണ്ട് ഞാൻ ഒരു മുഴ മുമ്പേ അങ്ങ് എറിഞ്ഞു. എന്തിന്? ചേച്ചി പറയുന്നു, ഞാൻ പറയുന്നു, അവള് വിശ്വസിക്ക. രമേശ, ഞാൻ ഇന്നലെയും നിന്നോട് പറഞ്ഞു, പെണ്ണിന്റെ മനസ്സ് നിനക്ക് അറിഞ്ഞൂടാ. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സംരക്ഷിക്കാൻ വാക്കുകൊടുത്തു അറിഞ്ഞാലേ ഏത് പെണ്ണാടാ അത് സഹിക്കുക? തൽക്കാലം സഹിച്ചാൽ തന്നെ അത് അവളുടെ മനസ്സിലൊരു തീപ്പൊരിയായിട്ട് അവിടെ അങ്ങനെ കിടക്കും. അതിന് തീപ്പൊരിക്ക് കാരണമല്ലോ വേണ്ട അമ്മേ? ഈ തീപ്പൊരിക്ക് മാത്രം കാരണം വേണ്ട. ഏതായാലും നീ അവളെ വീട്ടിൽ കൊണ്ട് നാക്കില്ലേ? അത് അതെ, അവളുടെ കഥ കേട്ടാലുണ്ടല്ലോ. അവൾ കഥ എഴുത്തുകാരിയാണോ? അതല്ല, അവളുടെ സ്വന്തം കഥയെ വളരെ ദയനീയമാണമ്മേ. അതുകൊണ്ട് ഞാൻ പിന്നെ... വേണ്ട വേണ്ട വേണ്ട, അവളുടെ കഥ നീ ഇനി ഇവിടെ പ്രസംഗിക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവൾ അവളുടെ വീട്ടിലും ആയി. നിനക്ക് ഈ നാട്ടിലുള്ള സൽപ്പേര്, ആൾക്കാർക്ക് നിന്നോടുള്ള മതിപ്പ്, ഇത് മറന്നിട്ട് ഒരു കളിയും വേണ്ട. ഞാൻ പോട്ടെ ചേച്ചി. നിക്ക് പെണ്ണേ, പടത്തെ പറ്റി കുറച്ച് സംസാരിച്ചിട്ട് പോവാം. അയ്യോ, അമ്മ നോക്കി നിൽക്കണ്ടാവും. ആ, ഞാൻ ഇപ്പൊ കർപ്പൂരമില്ല കൊടുത്തേക്കാം. നല്ല നോവലാ. എന്നാ ശരി. ആഹാ, നീ എത്തിയോ? ഞങ്ങള് സിനിമ കണ്ടിട്ട് വരിക. എന്താ പാട്ട്, എന്താ ഡാൻസ്, ഒന്നുകൂടെ കാണണം. അല്ലേകെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? മോളെ, നീ അകത്തേന്ന് ഉടുപ്പ് മാറ്റ്. വാ, ഇരിക്കേ. നമ്മള് പെണ്ണുങ്ങള് പച്ച പാവങ്ങളാലേകെ. ഈ പുരുഷന്മാരെ വിശ്വസിക്കാനേ പാടില്ല. എന്താ ചേച്ചി? ഞാനതെങ്ങനെയാ നിന്നോട് പറയാ? എന്നാലും നിനക്കെങ്ങനെ വരുമെന്ന് ഈ ചേച്ചി ഒരിക്കലും കരുതിയില്ല മോളെ. ആരെങ്കിലും ഇത് വിശ്വസിക്കുവോ? നാട്ടിലെ മാതൃകാ പുരുഷൻ, അന്യ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്തവൻ, ആ മനുഷ്യൻ ഇങ്ങനെ കാണിക്കുമെന്ന്, അതും ഭാര്യയില്ലാത്ത തക്കം നോക്കി. ആരുടെ കാര്യം ചേച്ചി? ലേഖേ, നമ്മുടെ രമേശിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ഇത് കേട്ടിട്ട് നീ എന്താ ഞെട്ടാത്തത്? ഞാൻ ഞെട്ടി ചേച്ചി. ചേച്ചിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. അല്ല, സ്വന്തം ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ ഇത്രയും ഞെട്ടിയാ പോരാ. എങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഞെട്ടാൻ ചേച്ചി. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, ഞാൻ ഓർക്കായിരുന്നു. എന്ത്? ഈ നാട്ടിൽ കിടന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രമേശ് ചേട്ടൻ ഇത്രയും കാണിച്ച കുവൈറ്റിലെ ചേച്ചിയുടെ സതീഷ് ചേട്ടൻ എന്തൊക്കെയാവും കാട്ടിക്കൂട്ടുന്നത്? അത് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം.
ഉമ്മ ഉസ്മാന്റെ വീട്ടിൽ പോകാറുണ്ടാവുമല്ലോ. ഉം. ഞാൻ അന്വേഷിച്ചതായി പറയണം. ഉം. വീട് പണി ഉഷാറായി നടക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. നിർത്ത് അടുത്തെങ്ങാനും ഓ നാട്ടിൽ വരണ കാര്യം ചെയ്തിട്ടുണ്ടാ? അത് കാണാനില്ല. കൊല്ലം ഒന്നായല്ലേ എന്റെ പടച്ചോനെ. ബാക്കി വായിക്ക്. എനിക്കിവിടെ സുഖം തന്നെ, ഉമ്മയ്ക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു. പിന്നെ പിന്നെ ബാക്കി ഞാൻ വായിക്കുന്നില്ല ഉമ്മ. ഇജ്ജ് വായിക്കടോ. ഈ ബഷീർക്ക് എന്തിനമ്മ എല്ലാ കത്തിലും ഇങ്ങനെ എഴുതരുത്? എന്ത് വായിക്കണോ? വായിക്കേ. കത്ത് കൊണ്ടുവരുന്ന നമ്മുടെ പോസ്റ്റ്മാൻ MK സുരേന്ദ്രന് ഉമ്മ പതിവ് പോലെ 25 രൂപ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഉമ്മ 25 രൂപ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ പറഞ്ഞെടുത്തോ മോളെ. മോളെ ഈ കത്തിന്റെ അടിഭാഗം ഒന്ന് വായിച്ചാട്ട്. ആരുടെ കഥ ഉമ്മ? എന്റെ മോൻ ബഷീറിന്റെ. വായിക്ക്. വീട് പണി ഉഷാറായി നടക്കുന്നുണ്ടെന്ന് കരുതുന്നു. എനിക്കിവിടെ സുഖം തന്നെ, ഉമ്മയ്ക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു എന്ന് സ്വന്തം മകൻ ബഷീർ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ ഉമ്മ. കൊള്ള ഹിമാർ. മോളിങ് വന്ന് എടാ കൊള്ള കാട്ടുകൊള്ള. എന്റെ പണം മുയ്യം വെക്കടാ അവിടെ. ഏത് പണം? ഏത് പണ? എന്റെ മോളെ ഈ ബെടുക്കൂസാൻ കത്തിൽ എഴുതാത്തെല്ലാം വായിച്ച് 25 രൂപ വെച്ച് പണം എത്ര പറ്റിച്ചു പോയെന്നറിയോ? എടാ ഓമുക്കേ, അനക്ക് പണം വേണമെങ്കിൽ ചോദിച്ചു വാങ്ങിക്കോടാ. അല്ലാണ്ട് ഏറ്റവും പാനെ അറിയാത്ത പെണ്ണുങ്ങളെ പറ്റിക്കല്ലേ വേണ്ടത്. നിക്കടാ അവിടെ. എടാ നിക്കാൻ. പോസ്റ്റ്മാൻ ആള് കൊള്ളാലോ. ദാരിദ്ര്യം കൊണ്ടാ മോളെ. ശമ്പളം കിട്ടണ എണ്ണിച്ചുട്ടപ്പം കൊണ്ട് വിറ്റോളൊക്കെ എങ്ങനെ കയ്യാനാ? ഞമ്മളിവിടെ ഒറ്റ തടിയല്ലേ. എന്നെ വേണോ 2000 റുപ്യ മാസത്തില്. ബഷീർ അയച്ചു തരണോണ്ട് ഞമ്മളൊന്നും അറിയണില്ല. ഉമ്മയുടെ മോന് ബോംബെയിൽ എന്താ ജോലി? ഓനവിടെ ഒരുപാട് പണിയുണ്ട് മോളെ. ചിലപ്പോ കുളിക്കാനും ഉറങ്ങാനും കൂടി ഓന് നേരം കിട്ടൂല. ഒരു ഇന്ത്യക്കാരനാ ഓന്റെ മുതലാളി. മൂപ്പർക്ക് 100 കൂട്ടം ബിസിനസ്സാ, കടപ്പുറത്തും കപ്പലിലും ഒക്കെ ആയിട്ട്. അയാൾക്കാണെങ്കിൽ ബഷീർ സ്വന്തം മോനെ പോലെയാ. കടപ്പുറത്തും കപ്പലിലെന്ന് പറഞ്ഞ മർച്ചന്റ് നേവിയിലാണോ? അങ്ങനെ ഏതാണ്ടൊരു ഇംഗ്ലീഷാണ് കേട്ടാ. മഗ്ലിങ്ങ. പക്ഷെങ്കി അവിടുത്തെ പോലീസുകാരെ കൊണ്ടുപോകും പൊറുതി മുട്ടിയിരിക്ക. അവറ്റകളോനെ പണിയെടുക്കാൻ സമ്മതിക്കൂലേ മോളെ. വെറുതെ ഇട്ട് പായിപ്പിക്കുക, പിടിച്ചിടിക്കുക. ചിലപ്പോ 1-2 ആഴ്ച ഓനെ സ്റ്റേഷനിൽ നിന്ന് വിടൂല. എന്നാൽ ഇന്ത്യക്കാരൻ എങ്ങനെയെങ്കിലും ഓനെ ഇറക്കിക്കൊണ്ട് വരും. അതാണ് സ്നേഹം. വീട് പണി കഴിഞ്ഞാ ഓനിങ് പോരും. എന്നിട്ടൊരു പെണ്ണും കെട്ടി ഇവിടെ തന്നെ കൂടും. പറഞ്ഞ പോലെ എന്റെ കിഷൻകുട്ടീനെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ മോളെ. വീട്ടുകാരോട് ഭയക്ക് കൂടിയിട്ട് കെട്ടിയതാണെങ്കിലും കെട്ടിയോളൂ എന്നല്ലേ. അന്നെ ഇവിടെ ആക്കിയിട്ട് ഓൻ പോയിട്ട് ദിവസം എത്രയായി? കൊച്ചിയില് വലിയ തിരക്കായിരിക്കും ഉമ്മ. ഒരു കത്തും കാണാനില്ല. അനക്കുമില്ല ഒരു പുത്തൻ പെണ്ണിന്റെ മനം പടച്ചില്. എന്റെ നിക്കാതെ കഴിഞ്ഞ കാലത്ത് വീട്ടിലെ പെണ്ണുങ്ങൾ എന്നും മക്കാറാക്കും. പുയ്യാപ്ല ബഷീറിന്റെ ബാപ്പ അറിയുന്ന ഒരിക്കലും പുറത്തിറങ്ങൂലെന്ന്. എന്താ ഇറങ്ങാത്ത? ഇറങ്ങാൻ ഞാൻ സമ്മതിക്കൂല. കിഷൻകുട്ടി ഇങ്ങ് പറട്ട്. അന്റെ കൂടെ ഒരാഴ്ച നമ്മൾ ഓനെ പിടിച്ച് ഇവിടെ കെട്ടിയിടും. മുട്ടത്തറക്കാരെടുക്കുന്നത് ശാന്തി മുഹൂർത്ത. നമ്മുടെ ചരിത്ര നാടകമായതുകൊണ്ട് തീർച്ചയായും നമുക്ക് കിട്ടും. ഉറപ്പല്ലേ? വലിയ 250. രമേശേട്ടാ, പരിപ്പ് 200. ഈയിടെയായിട്ട് ക്ലബിലോട്ട് കാണുന്നേ ഇല്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? ചായ 200. ചായ 200. ഗ്രാമീണ വേളയ്ക്ക് 2 ആഴ്ചയുള്ളേ. ആഹാ, നാടകത്തിന്റെ റിഹേഴ്സലൊക്കെ ഉടമ്പരേ. പൊടി പൊടിക്കുമല്ലേ. ഞാനാ ശ്രീരാമൻ. ദൈവമേ. ഇവ ഹനുമാൻ. ഇന്നു മുതൽ ഡ്രസ് ധരിച്ചാണ് റിഹേഴ്സൽ വെച്ചിരിക്കുന്നത്. ഇന്നലെ വരെ എങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് വന്നേക്കാം. പിന്നെ സഹദേവ, സംഗതി കലക്കണം. 1ാം സമ്മാനം നമ്മൾ അടിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ മാനക്കേട് എനിക്ക് അറിയാലോ. അയ്യോ രമേശേട്ട ധൈര്യമായിട്ടിരിക്കുന്നേ. ഞാനല്ലേ ശ്രീരാമൻ. അതാണ് പ്രശ്നം. പിന്നെ ഞങ്ങൾ ആ ഡ്രസ്സിന്റെ അളവൊക്കെ നോക്കിട്ട് വരട്ടെ. സാധേവ, നാടകത്തിൽ എനിക്ക് വല്ല വേഷമുണ്ടോ? ഹനുമാന്റെ വേഷം ഇവന് കൊടുത്തുപോയി. എന്താ ചിരിക്കുന്നത്? ചിരിക്കാൻ മാത്രമുള്ള തമാശ ഒന്നും അതിലില്ല. അല്ല, ആ വേഷം കുറുപ്പിനായിരുന്നെങ്കിൽ അത്രയും മേക്കപ്പ് ലാഭം. ഒരു വാല് മാത്രം ഫിറ്റ് ചെയ്താൽ മതിയല്ലോ. ചുക്കുവെള്ളപ്പൊടി ഒന്ന്. ചുക്കുവെള്ളപ്പൊടി ഒന്ന്. സഹദേവനോ? എവിടം വരെ ആയി രാവണിയേട്ടാ? ഏതാണ്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ആത്മപ്രശംസയാണെന്ന് കരുതരുത്. ഡ്രസ് മൊത്തത്തിൽ ഗംഭീരമായിട്ട്. ഇനി കൈകൈയുടെ ബ്ലൗസ് മാത്രമേ ബാക്കിയുള്ളൂ. അത് കുഴപ്പമില്ല. ശ്രീരാമന്റെ വേഷം ഒന്ന് ഇട്ട് നോക്കാം. ഇട്ടു നോക്കാം. ഈ കളറുണ്ടല്ലോ, സ്റ്റേജിൽ തിളങ്ങും. കൊള്ളാല്ലേ? അസലായിട്ടുണ്ട്. എന്ത് ഡ്രസ്?
ഇതാണ് ശ്രീരാമ വേഷം. വനവാസ വേഷം വേറെ വെച്ചിട്ടുണ്ട്. അയോധ്യയിലെ ദശരഥപുത്രൻ ശ്രീരാമന്റെ വേഷം ഇതാണോ എന്നാ ഞാൻ ചോദിച്ചത്. ശ്രീരാമനെ താൻ എനിക്ക് പരിചയപ്പെടുത്തി തരുമൊന്നും വേണ്ട. ഈ വേഷത്തിന് എന്താ ഒരു കുഴപ്പം? എങ്കിലും ഒരു ബ്രേസറൂടെ തയ്ച്ചാടോ ഈ ബ്ലൗസിന്റെ അടിയിലോട്ട് ഇടാൻ. ബ്രേസിനെ സീതയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ കണ്ടോടാ, ഈ മരങ്ങോടനെ കൊണ്ട് തയ്പ്പിക്കേണ്ട ഒരു 100 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ. നീ ആരെയാടാ മരങ്ങോടൻ എന്ന് വിളിച്ചത്? മര്യാദയ്ക്ക് ഈ തുണിയുടെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. നീ ആരെയാ മരങ്ങോടൻ എന്ന് വിളിച്ചത്? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ തുണിയുടെ പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. ആരെയാ നീ മരങ്ങോടൻ എന്ന് വിളിച്ചത്? തന്നെ തന്നെയാ വിളിച്ചത്. എന്താ ഇത്? ഇത് കണ്ടോ രമേശ് ചേട്ടാ, എന്റെ ശ്രീരാമനെ ഇയാൾ സീതയാക്കി. ശ്രീരാമൻ കെട്ടാൻ പറ്റിയ ഒരു മോന്ത. നീ മുകളിലേക്ക് ഞാൻ അങ്ങോട്ട് വരച്ചല്ലേ. രമേശ് ചേട്ടാ പറഞ്ഞോട് ഞാൻ ഇപ്പൊ പോകുന്നു. രാവണേട്ടന്റെ പണി നോക്കിയേ. എന്റെ തൊഴിലിനെ പറഞ്ഞാൽ ആര് പറഞ്ഞു തൊഴിലിനെ പറ്റി? രമേശൻ വന്നത് നന്നായി. ഇതാണ് എന്റെ കണ്ണ് തെറ്റിയ രണ്ടുപേരും കൂടെ അടിയും പിടിയും ബഹളം. എന്താ ചെയ്യാ? തീർന്നോ? ആ, ഒന്ന് തീർന്നു. കിഷൻകുട്ടി, സഫിയത്ത, കിഷൻകുട്ടി ഇവിടെ എങ്ങനെ വന്ന്? സഫിയത്ത എങ്ങനെ ഇവിടെ വന്നു? കൃഷ്ണൻകുട്ടി അതാര്? നിങ്ങൾ ആളുകൾക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കും. അതിന് ആൾക്കാരെവിടെ? അനക്ക് കൊച്ചിയിലാണ് കച്ചവടം എന്ന് പറഞ്ഞിട്ട്? അതെ, കൊച്ചിയിലായിരുന്നു കച്ചവടം. ആ കച്ചവടം പൊളിഞ്ഞു പോയി. പിന്നെ ഇവിടെ തുടങ്ങി. നിങ്ങൾ പോയി രണ്ട് ചായ വാങ്ങിച്ചോളൂ. ഞമ്മക്ക് എന്റെ ചായ ഒന്നും വേണ്ട. എളയപ്പാന്റെ മോന്റെ നിക്കാഹായിരുന്നു. കാവത്തറ്റം കോഴി ബിരിയാണിയാ. കൊച്ചിയിൽ നിങ്ങൾക്ക് എന്തിന്റെ കച്ചവടം? കൊച്ചിയിൽ എനിക്ക് കപ്പലിന്റെ കച്ചവടം. ഞാൻ അങ്ങനെ പല കച്ചവടം ചെയ്യും. അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടോ? എനിക്കിപ്പോ ഉടനെ ഒരു ചായ കിട്ടണം. പറ്റുമോ? ഇവിടെ നല്ല കച്ചവട, നല്ല ലാഭം. കട ഇന്നലെ തുടങ്ങിയുള്ളൂ സഫിയത്ത. എന്നിട്ട് ഇജ്ജന്റെ പെണ്ണിനോട് ഒരു വാക്ക് പറഞ്ഞ? ഇത്രയും ദിവസമായിട്ട് ആ ബൈക്കൊന്ന് വന്ന? അല്ല, ഞാൻ ഇതിന്റെ തിരക്കില്. എന്തു തിരക്ക്? ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചോണ്ട് വന്നിട്ട്? ഞാൻ ഇന്നങ്ങോട്ട് വരാനിരുന്നതാ. അന്നെ വിശ്വസിച്ച് വീടും കൂടി വിട്ടു വന്ന ഒരു പെണ്ണല്ലേ ഓള്? രണ്ടുപേരും കത്തെഴുതാൻ കൂടി എനക്ക് കഴിഞ്ഞില്ല അല്ലേ? ഞാൻ ഇന്ന് തന്നെ വരികയാണ് സഫിയത്ത. നമ്മൾ ഇവിടെ നിന്നാ കാര്യം സംസാരിക്കണ്ട. ആളുകൾ വേറെ വല്ലതും ധരിക്കും. ഞാനിവിടെ പുതിയ ആളാണല്ലോ. ഓൾ അവിടെ അന്നെ കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അറിയാം. സഫിയത്ത ഇങ്ങോട്ട് വന്നേ. ഓട്ടോ ഓട്ടോ കേറിക്കോ. അടുത്ത ബസ്സിന് ഞാൻ എത്തിക്കോളാം. ഞമ്മള് പൊയ്ക്കോളാം. ഉടനെ വന്നില്ലെങ്കിൽ നമ്മൾ ഓളെയും കൂട്ടി ഇങ്ങോട്ട് വരും. ഞാൻ വരും. വിട്ടോ, ബസ് സ്റ്റാൻഡിൽ വിട്ടാ മതി. അല്ല, നിങ്ങൾക്ക് കൃഷ്ണൻകുട്ടി എന്നൊരു പേരുണ്ടോ? കൃഷ്ണൻകുട്ടി, നാരായണൻകുട്ടി, ഔക്കാദർ കുട്ടി, ഇബ്രാഹിം കുട്ടി ഒക്കെ എന്റെ പേരാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? ഈ ചാടിക്കടിക്കുന്ന സ്വഭാവം മുമ്പില്ലല്ലോ. അത് കുറുപ്പേ, ആ സ്ത്രീ ഒരു ഭ്രാന്തിയാ. എന്റെ ഒരു കൂട്ടുകാരൻ ചേച്ചിയാ. രമേശൻ എന്നുള്ള പേര് എത്ര വട്ടം പറഞ്ഞാലും അവരെന്നെ കൃഷ്ണൻകുട്ടി എന്ന് വിളിക്കൂ. എന്ത് ചെയ്യും? പോയി ചായ വാങ്ങിച്ചു. അപ്പൊ ഈ ചായ? ഓഹോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോ കുറുപ്പ് ഒരു ചായ കുടിച്ചോളൂ. കുറുപ്പ് എപ്പോ ചായ കുടിക്കുന്നു കുറുപ്പിനറിയാം. ഓ,